രക്തദാന സന്ദേശം നൽകാൻ കേരളം മുഴുവൻ ഓടിയ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ മറ്റൊരു ഓട്ടത്തിലാണ്. തെരുവിലെ അനാഥരായ നായകളെ വയനാട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കാമെന്ന് വെച്ചപ്പോൾ നാട്ടുകാരുടെ എതിർപ്പ്. പോലീസ് സംരക്ഷണം നൽകാനും പോലീസും ഉദ്യോഗസ്ഥരും തയ്യാറല്ല. ഒടുവിൽ കോഴിക്കോടും വയനാടും കറങ്ങിയ ബോബി ചെമ്മണ്ണൂർ നായകളുമായി നിരാശയോടെ മടങ്ങി. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നു വരൂ. നമ്മള് കൽപ്പറ്റയുള്ള 10 ഏക്കർ ഭൂമിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഉള്ള പോലീസ് പ്രൊട്ടക്ഷനാണ് പോലീസിനോട് ഇവിടെയൊക്കെ ആവശ്യപ്പെട്ടത്. ഒന്നാമതായിട്ട് അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ട് ഇതിനെ വളർത്താൻ സാധിക്കും, ആർക്കും പ്രശ്നമില്ല. അപ്പോൾ അവിടെ ഒരു 19 പേര് ഇതിനെ തടയും എന്നുള്ളത് കൊണ്ട് ഒരു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ തരുന്നില്ല. അതിന്റെ കാരണത്താൽ നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. ഈ പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം സാർ. ഒന്നും തരണ്ട സാർ. വേണ്ട സാർ, നല്ല പ്രതിമയാണ് സാർ. വേണ്ടെന്ന് അറിയില്ലേ സാർ? നല്ല പ്രതിമയാണ് സാർ, നല്ല മൊട്ടത്തല. സംവിധാനത്തെ വെല്ലുവിളിക്കുക അങ്ങനത്തെ ഉദ്ദേശമല്ല. ഇതിപ്പോ ഈ കാര്യങ്ങളൊന്നും ഈ പട്ടികൾ അറിയുന്നില്ല. അല്ല, പട്ടികൾക്ക് ചാവാൻ തുടങ്ങിയാൽ നല്ലോണം ഭക്ഷണം കൊടുത്ത് ഞങ്ങളടക്കം റെസ്പോൺസിബിൾ ആയി. ഇവിടെയുള്ള ആളുകളൊക്കെ നാട്ടുകാരൊക്കെ ഭക്ഷണം കൊടുത്ത്, അല്ലാതെ സാറ് അല്ല, ഭക്ഷണം കൊണ്ട് ചിലപ്പോൾ നിന്നോളന്നില്ല. അസ്വസ്ഥ കടന്നു വരൂ. ഗവൺമെന്റ് തലത്തില് ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കുക തൽക്കാലം. കാരണം ഇതിനെ ഇത്രയും സമയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനി ചത്തൊടങ്ങും, ഇത്രയും ചെറിയൊരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ചാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ സ്ഥലം ഒരുക്കി തരുക തൽക്കാലം. ആർക്കും വേണ്ട മുതലാളി, വെറുതെ എടുത്തോളൂ, പൈസ തരണ്ട, ഒഴിവാക്കി തരൂ പ്ലീസ്. നല്ല രീതിയിലായി പോകുന്നതായിരിക്കും നല്ലത്. അതെ, രണ്ട് മൂന്ന് നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. എനിക്ക് അതേ പറയുന്നുണ്ട്. ഒന്ന്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ തടസ്സം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ തടസ്സം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതുണ്ട്. 2, ഇത്രയും മൃഗങ്ങളെ ശിക്ഷിക്കുന്ന രീതിയിൽ ഒരു ചെറിയ കൂട്ടിലിട്ട് നിർത്തുന്നത് തന്നെ. മുതലാളി, വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.